അപ്പോൾ ഇന്നത്തെ യാത്ര വേറെ എങ്ങോട്ടേക്കല്ല കേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തീർന്നിരിക്കുക. എന്നാൽ പിന്നെ അതെല്ലാം മേടിക്കാൻ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇതാ വണ്ടി കയറി കേട്ടോ. കൂടെ ഞങ്ങളുടെ നെയ്ബറും ഉണ്ട്. നെയ്ബർ എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ സ്വന്തം അനിയത്തി എന്ന് പറയുന്നതായിരിക്കും കേട്ടോ ഇച്ചിരിയുടെ ബെറ്റർ. അതൊക്കെ പോട്ടെ, നമ്മൾ നേരെ പോയത് അജ്മൽ ബിസ്മിയിലോട്ടാട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. കാരണം സാധനങ്ങളൊക്കെ മേടിച്ച് മടുത്ത് കഴിയുമ്പോൾ ഒരു ചായയോ ഒരു നാരങ്ങളൊക്കെ കുടിച്ച് അങ്ങ് സൈഡിലോട്ട് മാറിയിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെയും ഒന്ന് ഉഷാറാകുമ്പോൾ നമുക്ക് പിന്നെയും ഒന്ന് ഷോപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട്? കൂടെ നമ്മുടെ നെയ്ബറിലുണ്ടേ നമുക്ക് രണ്ടുണ്ട് ഗുണം. അവളെ കൊണ്ട് കൊച്ചിനെയും പിടിപ്പിക്കാം, നമുക്ക് സാധനങ്ങളും മേടിക്കാം. അതൊന്നുമല്ല കേട്ടോ, അവൾ പുറത്തുനിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊന്ന് ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഈ ഒരു ഏരിയയിൽ കയറുമ്പോഴത്തേന് എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോകട്ടോ. അതും ഇതെല്ലാം വലിച്ച് വാരിയെടുക്കാൻ തോന്നും. പച്ചക്കറികൾ പല രീതിയിലുള്ളത്, അതുപോലെ തന്നെ സ്ട്രോബെറി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അവിലോ മിൽക്കിലാട്ടോ. വെങ്ങലൂരുള്ള അവിലോ മിൽക്കിൽ കയറി കുറച്ച് അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ടോ. ഞങ്ങളെല്ലാവരും 3 പേരും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. പക്ഷെ കറണ്ട് പോയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടി, ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി പിന്നെ പോയത് കുന്നത്തേക്കാട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി കുന്നത്ത് കയറി ഒരു കുലുക്കി സർബത്ത് കഴിച്ച് കഴിഞ്ഞപ്പം ഒന്ന് ഓക്കെ ആയിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദംകുട്ടന് അത് വേണം ഇത് വേണം എന്നൊക്കെ ആയിട്ടോ. പിന്നെ ആ കുലുക്കി സർബത്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത്രയും നേരം വണ്ടിയിലിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു. ഇനി വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം എടുത്തു വെക്കണമെന്നായിരുന്നു കേട്ടോ എൻ്റെ ടെൻഷൻ. വീട്ടിൽ വന്ന് ഇതെല്ലാം അതാത് ടിന്നിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അതെല്ലാം ബാക്കി എടുത്ത് വെച്ച് ടിന്നിലാക്കി കഴിഞ്ഞപ്പം എനിക്ക് സമാധാനമായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.